ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പതിവ് പോലെയല്ല കേട്ടോ, താമസിച്ച് തന്നെ എണീറ്റത്. എന്നിട്ട് എണീറ്റ് രാവിലെ മുറ്റമൊക്കെ തൂത്തു, ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കേട്ടോ. മുറ്റമൊക്കെ ഒന്ന് തൂത്തൊതുക്കി. എന്താണെന്നറിയത്തില്ല കേട്ടോ, ചവറൊന്നും അധികം ഇല്ലായിരുന്നു. അല്ലെങ്കിൽ കാറ്റടിക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇലകൾ മൊത്തം വന്ന് വീണ് കിടക്കുമായിരുന്നു. പക്ഷേ ഇത്തവണ അങ്ങനൊന്നുമില്ല. അത് കഴിഞ്ഞ് പിന്നെ തുണി കഴുവാനായിട്ട് ഇറങ്ങി, തുണിയൊക്കെ കഴുകി വിരിച്ചു. വെയിലൊന്നും വന്നില്ല എല്ലാ തവണത്തെയും പോലെ. എന്താണെന്നറിയത്തില്ല കേട്ടോ, 2-3 ദിവസം കൊണ്ട് ഈ വെയിൽ വരുന്ന സമയത്തൊന്നും വെയിലില്ല. അത് കഴിഞ്ഞിട്ടാണ് വെയിൽ വരുന്നത്. അതുകൊണ്ട് നല്ലോണമൊക്കെ തുണിയൊക്കെ വിരിച്ചിട്ടു. അത് കഴിഞ്ഞ് എനിക്ക് കൊല്ലം വരെ പോകണമായിരുന്നു. ഞാനും ഗൗരിയും കൂടെ, ഗൗരി എന്ന് വെച്ചാൽ എൻ്റെ നാത്തൂൻ്റെ മകളാണ്, ഗൗരിയും കൂടെ എൻ്റെ ഫോണിൻ്റെ കേസ് ഒന്ന് മാറ്റണമായിരുന്നു. അതിനൊന്ന് പോയി. അങ്ങനെ ഫോണിൻ്റെ കേസൊക്കെ മാറ്റി കഴിഞ്ഞിട്ട് പിന്നെ നേരെ ലുലുലോട്ട് പോയേ. വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. വലിയ തിരക്കെന്നല്ല, തിരക്ക് കുറവായിരുന്നു. പിന്നെ തൈര് എടുത്തു കേട്ടോ. എനിക്ക് അവിടുത്തെ തൈര് പ്രത്യേകം ഇഷ്ടമാണ്. കാര്യം വെറുതെ കഴിക്കാനും എനിക്കിഷ്ടമാണ്. പിന്നെ അവക്കാഡോയൊക്കെ ഒന്ന് നോക്കി. അവക്കാഡോയ്ക്കൊക്കെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു. എങ്കിലും നോക്കി എടുത്തു, ഒരെണ്ണം എടുത്തു ഞാൻ. പിന്നെ പേരയ്ക്ക, ആപ്പിള്, അങ്ങനെ ഫ്രൂട്ട്സൊക്കെ കുറച്ചെടുത്തു കേട്ടോ. പിന്നെ അവിടുത്തെ ഫുഡിൻ്റെ സെക്ഷനിലോട്ട് പോയി. എനിക്ക് വെജിറ്റബിൾ കറിയൊക്കെ ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം പുറത്തുനിന്നുള്ള വെജിറ്റബിൾ കറിയാണ്. ഞാനൊരു സോയാബീൻ ഫ്രൈ എടുത്തു, പനീർ എടുത്തു, പിന്നെ നെയ്ച്ചോറും വെജിറ്റബിൾ ഫ്രൈഡ് റൈസും ഒക്കെ എടുത്തേ. പിന്നെ അവിടേക്ക് ഒന്ന് മൊത്തം ഒന്ന് കറങ്ങി. അതിനുശേഷം ഉണ്ടല്ലോ സലാഡ് സെക്ഷനിലോട്ട് പോയി. എന്തിനാണെന്നറിയത്തില്ല, ഇങ്ങനെ താഴെ വച്ചിരിക്കുന്നത് കുനിഞ്ഞ് നിന്നെടുക്കണം. അതെനിക്കൊരു വലിയ ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് തോന്നിയത്. എങ്കിലും തപ്പിത്തടഞ്ഞെല്ലാം കുറച്ചായിട്ടൊക്കെ എടുത്ത് ആ ബോക്സ് ഫുള്ള് ഞാൻ നിറച്ചേ. പിന്നെ ആ വഴി പോയപ്പോൾ ചേന നല്ല വൃത്തിയാക്കിയൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടപ്പോൾ ഒരു പീസ് ചേനയും എടുത്തു. പിന്നെ നേരെ ബില്ലിംഗ് സെക്ഷനിലോട്ട് പോയി ബില്ലെല്ലാം ചെയ്തതിന് ശേഷം സ്കൂട്ടറിൽ എടുത്ത് കൊണ്ടുവന്ന് അതിനകത്ത് ഓരോന്നായിട്ട് എടുത്ത് എഗരയിലുമൊക്കെ വച്ച് അത് വീട്ടിൽ വന്നു. സ്കൂട്ടറിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുന്നത് കൊണ്ടേ മാസത്തിൽ എനിക്ക് 2-3 പ്രാവശ്യം പോവേണ്ടി വരും. കാര്യം ആ വണ്ടിയിൽ ഒതുങ്ങുന്നതല്ലേ കൊണ്ടുവരാൻ പറ്റൂ. അപ്പോൾ 2-3 പ്രാവശ്യം പോയാലേ പറ്റത്തുള്ളൂ. പിന്നെ വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ ഓരോന്നായിട്ട് എടുത്ത് മക്കൾക്കൊക്കെ കൊടുത്തു. ഗീ റൈസും ഫ്രൈഡ് റൈസും അങ്ങനെ എല്ലാം കൊടുത്തു. സലാഡൊക്കെ എടുത്ത് കൊടുത്ത് മക്കളെല്ലാം കഴിച്ചു. അവർക്കെല്ലാം വെജിറ്റബിളിൻ്റെതായതുകൊണ്ട് അവർക്കൊരിച്ചിരി ബുദ്ധിമുട്ടാണ് കഴിക്കാൻ. കാര്യം പൊതുവേ വെജിറ്റബിൾസ് ഒന്നും കഴിക്കത്തില്ല. ഞാൻ പിന്നെ എനിക്ക് പുറത്തെ വെജിറ്റേറിയൻ കറികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഫുഡും അതുപോലെ തന്നെയാണ്. അതൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. ഞാൻ കുറേ പ്രാവശ്യം അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ സോയാബീൻ ഫ്രൈ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അവിടുത്തത്. എന്താണെന്നറിയത്തില്ല, ഞാൻ എത്ര ഉണ്ടാക്കിയാലും ഇതുപോലെ ആവത്തില്ല. പിന്നെ കുറച്ച് സാലഡ്സൊക്കെ എടുത്ത് കഴിച്ചു. മക്കളൊക്കെ കുറച്ചൊക്കെ കഴിച്ചു, അവിടെയൊക്കെ ഇട്ടു. എങ്കിലും ഞാൻ കഴിച്ചു കേട്ടോ. എനിക്കതൊക്കെ ഇഷ്ടമാണ്. എല്ലാം കഴിച്ച് കുറച്ച് കഴിഞ്ഞിട്ട് ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ഞാൻ നല്ലൊരു ചായ ഇട്ടു. ചായ ഇല്ലാത്തൊരു പരിപാടിയില്ല. ചായയൊക്കെ ഇട്ട് എനിക്ക് വിത്തൗട്ടും മക്കൾക്ക് കുറച്ച് മധുരവും കൂടെ ചേർത്ത് ചായയൊക്കെ ഇട്ട് കുടിച്ച് അവിടെ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞങ്ങായിരുന്നേ. പിന്നെ വൈകുന്നേരം ജോലിയുണ്ട്, മക്കളെ പഠിപ്പിക്കാനിരുത്തണം. പിന്നെ അവർക്ക് പല കാര്യങ്ങൾ ചെയ്യാനുണ്ട്. തലേ ദിവസം പോകാനുള്ള കാര്യങ്ങളെല്ലാം ഒതുക്കി വെക്കണം. അങ്ങനെ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.